നേരത്തെ ചെയ്ത ഒരു കുർത്തിയുടെ സ്ലീവിൻ്റെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ്, പിന്നെ ഈ 3 കളർ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ്, പിന്നെ ഡ്രോപ്പ് ബീഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഡ്രോപ്പ് ബീഡാണ്. പിന്നെ നമുക്ക് ഇതുപോലെ സീക്വൻസും ആണ് വേണ്ടത്. ഇതാണ് സ്ലീവിൻ്റെ പാറ്റേൺ വരുന്നത്. സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ആദ്യം ആ റൗണ്ട് ഷേപ്പിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഓരോ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫിറ്റിംഗ് സ്റ്റോൺ ഇല്ലേ, അതാണ് നടുക്കായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗമ്മിൻ്റെ പേര് B7000 എന്ന് പറഞ്ഞ ഗമ്മാണ്. പിന്നെ സ്റ്റിക്ക് ചെയ്യാൻ ഒരു പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഗ്ലൂ സ്റ്റിക്ക് പെൻ എന്നാണ്. ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോണിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അവിടെ 4 വശത്തേക്കുമായിട്ട് ഡ്രോപ്പ് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി 6 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കി 12 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നീഡിലെടുക്കുന്നത് ഇവിടെ നിന്നാണ്. 2 ബീഡിൻ്റെ നടുക്കിൽ നിന്ന് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ത്രെഡ് നമുക്ക് നീഡിലേക്ക് ഒരു തവണ ചുറ്റി അതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ട് ബോർഡറിലേക്ക്, ആ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ സ്റ്റിച്ചിൻ്റെ പേര് ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് എന്നാണ്. അപ്പോൾ ഓരോ ബീഡിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലെ ലോങ് ഫ്രഞ്ച് നോട്ട് വരും. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ബാക്കി ഫ്ലവേഴ്സും കൂടെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പം കളേഴ്സ് മാറ്റി മാറ്റിയാണ് നമ്മൾ ഇവിടെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ്, പീച്ച്, പിങ്ക് അങ്ങനെ 3 കളർ ഷെയ്ഡ് ഞാനിവിടെ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റെം പോർഷനിൽ കട്ട് ബീഡ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ലീഫ് ചെയ്യാനായിട്ട് 4 കട്ട് ബീഡ് ചെരിച്ച് വെച്ച് ലീഫ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്.
ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഫിറ്റിംഗ് സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്.